വയനാട് നിന്നും ഞെട്ടിക്കുന്നൊരു വാർത്ത വരുന്നുണ്ട്. പുൽപ്പള്ളിയിൽ 14-കാരിക്ക് നേരെ ആസിഡ് ആക്രമണം എന്നതാണ് വാർത്ത. മരക്കാവ് പ്രിയദർശിനി ഉന്നതിയിലെ മണികണ്ഠന്റെ മകൾ മഹാലക്ഷ്മിക്ക് ഗുരുതര പൊള്ളലേറ്റിട്ടുണ്ട്. അയൽവാസിയായ രാജു ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നുണ്ട്. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, എല്ലാവരും കണ്ടു കാണും ഒരു പെൺകൊച്ചിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച്. ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ യൂണിഫോം കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ആസിഡ് ഒഴിച്ചത് എന്നുള്ളത്. ഞാൻ ഈ ന്യൂസ് രാവിലെ കേട്ട മുതൽക്ക് എൻ്റെ മൈൻഡിൽ ആ കുട്ടിയുടെ മുഖം പോകുന്നില്ല. ഞാൻ ആ കുട്ടീനെ അറിയില്ല, കുട്ടിയുടെ ഫേസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നിട്ടും ഈ ന്യൂസ് കണ്ടതിന് ശേഷം കണ്ണടയ്ക്കുന്ന സമയത്ത് ആ പെൺകൊച്ചിൻ്റെ മുഖം തന്നെ മനസ്സിൽ വരുന്നത്. മുഖത്ത് നല്ല വരുക്കുണ്ട്, മുഖം മൊത്തത്തിൽ പോയിരുന്നു എന്നാണ് കേൾക്കുന്നത്. കണ്ണും മുഖം ഒക്കെ പോയിട്ടുണ്ട് ആ കുട്ടിനെ. പക്ഷേ നാളെ മുതൽ നാളെ മുതൽ ഈ മൈരനും 620 റുപ്യ കിട്ടുന്നുണ്ട് കേട്ടോ ജയിലിൽ നിന്ന്. കാരണം ഇവനെ കൊണ്ടിടുന്ന അങ്ങോട്ടാണല്ലോ. നാളെ മുതൽ ഇവനും കിട്ടുക ആ പൈസ, മാസം 10-18 റുപ്യ. ആ കൊച്ചിൻ്റെ മുഖം പോയി. എന്തിനാ അവന് നാളെ മുതൽ 500-600 റുപ്യ കൊടുക്കണമെന്നറിയോ? ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞേന്, ഒരു പെൺകുട്ടിയുടെ മുഖം കളഞ്ഞേന്, ജീവിതം ഇല്ലാണ്ടാക്കിയേന്. ഇന്നലെ ഒരു 2 ദിവസം മുന്നേ രാഷ്ട്രീയ പാർട്ടിയുടെ വലിയൊരു നേതാവ് വന്ന് പറയുന്നുണ്ടായിരുന്നു ജീവിത സാഹചര്യം കൊണ്ട് കുറ്റവാളികളായോളാണ് അവിടെ കിടക്കുന്നതെന്നൊക്കെ. കഷ്ടം, പാവം തോന്നുന്നു. വീണ്ടും ആ കുട്ടിയുടെ മുഖം പോയി. എല്ലാവരും ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുക. ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. വിഷമമുണ്ട് ആ കുട്ടിക്ക്. ചെറിയ കുട്ടിയാണ്. ഇനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് നോക്കുമ്പോൾ ആ കുട്ടിക്ക് മുഖം അതുപോലെ ഉണ്ടാവില്ല എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. എല്ലാവരും ചേർത്ത് നിർത്തുക കൊച്ചിനെ. നമ്മളെല്ലാവരും ഒപ്പം ഉണ്ടാവും. മോളെ അനിയത്തി കുട്ടിയാണ്, നമ്മളെല്ലാവരും ഒപ്പം ഉണ്ടാവും. അവനെ നിയമം അകത്തിടും. അവിടെ പൈസയും വാങ്ങിച്ച് സുഖമായിട്ട് ഫുഡും റൂമും അല്ലേ. എനിക്ക് പറയാനുള്ളത്, അവിടെ ആരെങ്കിലുമൊക്കെ നല്ലവരായിട്ട് മനുഷ്യരുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് അവനെയൊക്കെ